അള്ളാന്റെ റസൂല് മറുപടി പറഞ്ഞു, അൽ ഖത്ൽ വൽ കദിബ്, കളവും കൊലയും അധികരിക്കും. ഈ രണ്ട് കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊന്നി പറഞ്ഞത്. ആഖിർ സമാൻ, ലോകാവസാനത്തിന്റെ അടയാളം എന്ന നിലയിൽ ആഖിർ സമാൻ, ഈ ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഒന്ന് അൽ ഖത്ൽ, കൊല അധികരിക്കും. രണ്ട് അൽ കദിബ്, കളവ് അധികരിക്കും. കാല ഉടനെ സഹാബാക്കൾ ചോദിച്ചു, അക്സറു മിമ്മാ നഖ്തുലുൽ ആൻ, ഇന്ന് നമ്മൾ കൊല്ലപ്പെടുന്നത് പോലെ, അതായത് ആ കാലഘട്ടത്തിൽ ഈമാനും ഷിർക്കും തമ്മിലുള്ള യുദ്ധം, സമരത്തിൽ കൊല്ലപ്പെടുമല്ലോ ധാരാളം ആളുകൾ, ഇരുഭാഗത്തു നിന്നും കൊല്ലപ്പെടും. അപ്പൊ ഇതിനേക്കാളും കൊല അധികരിക്കുമോ നബിയെ? നബി ഉദ്ദേശിച്ചത് അതാണോ എന്ന് സ്വഹാബത്ത് ചോദിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ കൊല്ലപ്പെടുന്നതിനേക്കാളും അധികരിക്കുന്ന കൊലയായിരിക്കുമോ ആ കാലഘട്ടത്തിൽ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് ചോദിക്കാൻ ജിജ്ഞാസയാണ്. ഇന്നിപ്പോ ഇവിടെ ശത്രുക്കളുമായിട്ട് അവർ ഏറ്റുമുട്ടാണ്. അവിടെ സഹാബാക്കൾ തമ്മിൽ ഈമാനും കുഫറും തമ്മിലുള്ള സംഘടനമാണത്. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള സംഘടനമാണത്. അതിൽ നിന്ന് ധാരാളം പേര് വധിക്കപ്പെടും, കൊല്ലപ്പെടും, ഷഹീദാക്കപ്പെടും. അതേപോലെ ഒരു കാലഘട്ടമാണോ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കൾ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ മറുപടി പറഞ്ഞു, അതല്ല. അന്നത്തെ കാലഘട്ടത്തിൽ അത് സത്യവും അസത്യവും നിലനിൽക്കാൻ വേണ്ടിയുള്ള സമരമായിരുന്നു. പക്ഷെ ഇനി വരാൻ പോകുന്നത് ഹത്താ യഖ്തുല റജുലു, ഹത്താ യഖ്തുല റജുലു ജാറഹു. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ തന്റെ അയൽവക്കക്കാരനെ കൊന്നുകളയും. വയഖ്തുല അഖാഹു, അവന്റെ സ്വന്തം സഹോദരനെ കൊന്നുകളയും. വയഖ്തുല അമ്മഹു, അവന്റെ പിതൃവ്യനെ കൊന്നുകളയും. വയഖ്തുല ഇബ്ന അമ്മിഹി, അവന്റെ പിതൃവ്യന്റെ മക്കളെ കൊന്നുകളയും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഖാലു, സഹാബത്ത് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, എന്താ നബിയെ, ഉപ്പയെ കൊല്ലുമെന്നോ ഉമ്മയെ കൊല്ലുമെന്നോ സ്വന്തം സഹോദരനെ കൊല്ലുമെന്നോ അയൽവക്കക്കാരനെ കൊല്ലുമെന്നോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ. സഹാബാക്കൾക്ക് അത്ഭുതം. സ്വന്തം പിതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, മാതാവിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, ആങ്ങളയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, പെങ്ങളയെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, അയൽവക്കക്കാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, കൂട്ടുകാരനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ സഹാബത്തിന് അത്ഭുതമല്ലേ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ സംഭവിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ സംഭവിക്കും, ലോകാവസാനത്തിനാണല്ലോ സംഭവിക്കും. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വമഅനാ ഉഖൂലുന, ബുദ്ധി ഇല്ലാത്തത് കൊണ്ടായിരിക്കാമില്ലേ? അതുകൊണ്ടല്ലേ ലക്ഷ്യം എന്താണ്? അവന്റെ ലക്ഷ്യം എന്താണ്? എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അപ്പൊ ബുദ്ധി പ്രശ്നമാണോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ല, അവന്റെ ബുദ്ധിയുടെ പ്രശ്നമല്ല, അവന്റെ ബുദ്ധിയൊക്കെ പോയി, നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവന്റെ ബുദ്ധി ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിൽ അവരുടെ ബുദ്ധി ക്ഷയിച്ചുപോയി, തകർന്നുപോയി, നശിച്ചു പോകും. അതിന്റെ അർത്ഥം എന്താ? MDM അടിച്ച്, കഞ്ചാവ് അടിച്ച്, ലഹരി അടിച്ച് അവന്റെ ബുദ്ധി നശിച്ചിട്ട് വാപ്പ ആരാ, ഉമ്മ ആരാ, പെങ്ങളാരാ, മക്കളാരാ, സഹോദരനാരാ, സഹോദരിയാരാ, ഇതൊന്നും അറിയാതെ അവരെല്ലാവരും കൊല ചെയ്യുന്ന ഒരു കാലഘട്ടം. അവനായിരിക്കും അവിടുത്തെ വലിയ മേൽക്കോയ്മ, ഞാനാണ് എല്ലാം എന്ന ഒരു ധാരണ അവനുണ്ടാകും. പക്ഷേ അവൻ ഒന്നുമല്ലാത്തവനാണ് എന്ന് ഹബീബായ ഷഫിയ റസൂലുള്ളാഹി തങ്ങൾ റവാഹു അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണിത്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാടിനെ നടുക്കിയ കൊലയാക്കിയ ഇതല്ലേ? ഇത് റസൂൽ തങ്ങൾ പറഞ്ഞതല്ലേ? ഇപ്പൊ ഈ റസൂൽ എണ്ണി പറഞ്ഞ ആളുകളെ തന്നെയല്ലേ കൊന്നത്? ഇത് ഇന്നലെ ഇറങ്ങിയ ഹദീസൊന്നുമല്ല. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണിത്. നമ്മളിതെന്നാ പഠിക്കുക? ഇതെന്നാ ചിന്തിക്കുക? ആരാ ഇതിന്റെ പിന്നിൽ? ലോകം മൊത്തം ആ വ്യക്തിയെ ശപിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇസ്ലാമിക സംസ്കാരമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ
മതം പഠിപ്പിച്ചു കൊടുത്ത് മക്കളെ നന്നാക്കുന്നതിനുള്ള പ്രചോദനം കൊടുക്കുന്നത് ഒരേ ഒരു മതം ഇസ്ലാമാണ്. നിക്കാഹ് പഠിപ്പിച്ചെന്നു കുട്ടികൾ ജനിച്ചത് മുതൽ അവനെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നത് വരെയുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണെന്ന് അടിവരയിട്ട് പഠിപ്പിച്ചു കൊടുത്ത മതം പരിശുദ്ധമായ ഇസ്ലാമാണ്. എവിടെയാ തെറ്റുപറ്റിപ്പോയത്? ആരാണ് നിന്റെ വാപ്പ എന്ന് പഠിപ്പിച്ചു കൊടുത്തത്? ഒരേ ഒരു മതം അത് ഇസ്ലാമേ ഉള്ളൂ. മദ്രസയിൽ വന്ന് പഠിച്ചെങ്കിൽ മാത്രമേ നിന്റെ ഉപ്പ ആരാണ്, നിന്റെ ഉമ്മ ആരാണ്, അവരോടുള്ള മഹത്വം എന്നൊന്നും അറിയാൻ പറ്റുള്ളൂ. വേറെ ഒരിടത്തും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂല. പക്ഷെ മക്കളെ വേണ്ടേ പഠിക്കാൻ? മക്കൾക്ക് അതിനുവേണ്ടി ഒരു പ്രചോദനം കൊടുക്കണ്ടേ ഈ മാതാപിതാക്കൾ? പാല് കൊടുത്ത കൈക്കല്ലേ അവൻ കടിച്ചത്? മുല കൊടുത്ത ഉമ്മയല്ലേ വെട്ടി അരിഞ്ഞിട്ടത്? നമ്മൾ ചിന്തിച്ചു നോക്കണം, ഈ ഉമ്മയോടുള്ള മഹത്വം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ മഹത്വം വളരെ ഹൈലൈറ്റ് ചെയ്ത് പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നു. ഉപ്പയേക്കാൾ വളരെ മഹത്വം. നിന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ആ ഉമ്മ നിന്നെ കൊണ്ടു നടന്നത്. വളരെ വേദനയോടെയാണ് ഉമ്മ നിന്നെ കൊണ്ടു നടന്നത്. വളരെ നൊന്താണ് ആ ഉമ്മ നിന്നെ പ്രസവിച്ചത്. വളരെ ക്ഷീണം സഹിച്ചിട്ടാണ് ആ ഉമ്മ നിനക്ക് മുല തന്നത്. ഈ 2 വർഷക്കാലം ആ ഉമ്മ നിന്നെ മുലയൂട്ടി പാല് തന്ന് നിനക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തെന്ന് നിനക്ക് വേണ്ടി ജീവൻ പണയം വെച്ചിട്ട് ആ ഉമ്മ നിന്നെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിന്റെ ഏറ്റവും വലിയ സമ്മാനമാണ് ഈ മകന്റെ ഭാഗത്ത് നിന്ന് ഉമ്മാക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നുകിൽ കൊല്ലാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധസദനങ്ങൾ കൊണ്ടെത്തിക്കുക, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും തള്ളിയിടുക, ഇല്ലെങ്കിൽ വിഷം കൊടുക്കുക, ഇല്ലെങ്കിൽ കഴുത്തറുത്ത് കൊല്ലുക, ഇല്ലെങ്കിൽ തലക്കടിച്ചു കൊല്ലുക. ചിന്തിച്ചു നോക്കി. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞ വാക്കതല്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളി. നിങ്ങൾ നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചോളി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് നൽകുന്ന ഏറ്റവും വലിയൊരു ഉപദേശമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം ഉത്തരവാദിത്തങ്ങൾ നമ്മളുടെ മേൽ ഏൽപ്പിച്ചോ ആ ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തണം. ആ ഉത്തരവാദിത്തം നമ്മൾ നിലനിർത്തണം. അതിൽ ന്യൂനത വരുത്താൻ പാടില്ല. അതാണ് അതിന്റെ അർത്ഥം. ഓരോന്നിനും ഓരോ ഹക്കുകളുണ്ട്. ഹക്കുകൾ, ഹുഖൂഖുകൾ, ബാധ്യതകൾ 3ആണ്. ഒന്ന് ഹുഖൂഖുള്ള അല്ലാഹുവിനോടുള്ള ബാധ്യത. 2 ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആമല, സൃഷ്ടികൾക്കിടയിൽ ഇടപാടുകൾ തമ്മിലുള്ള ബന്ധങ്ങൾ, കടപ്പാടുകൾ. 3 ഹുഖൂഖുൽ ഇബാദി ഫിൽ മുആശറ, കുടുംബ ബന്ധങ്ങളും രക്തബന്ധങ്ങളും അയൽബന്ധങ്ങളും തമ്മിലുള്ള ആ ഒരു ചാർജ്, അത് അടുപ്പിക്കൽ, ആ ഒരു ബന്ധങ്ങൾ. ഈ 3 ബന്ധങ്ങളും ബന്ധനങ്ങളെ പോലെ ആയിപ്പോയി. ഈ 3 ബന്ധങ്ങൾ. ഒന്ന് ഹുഖൂഖുള്ള അല്ലാഹുമായുള്ള ബന്ധം. അല്ലാഹുമായുള്ള ബന്ധം ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? അതിന്റെ അടയാളമാണ് പള്ളികളിൽ നമസ്കരിക്കാൻ ആളില്ലാതെ വരുന്നത്. ഇഷ്ടംപോലെ മസ്ജിദുകൾ ഉണ്ടാകും. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിന്റെ അടയാളം ഓരോ റോഡ് തോറും വഴിയോരങ്ങളിൽ മസാജിദുകൾ ഉണ്ടാകും. ലാ യുസല്ലി ഫീഹി റകഅതൈൻ വയമുറ റജുലു, ഒരു ചെറുപ്പക്കാരൻ ആ മസ്ജിദിന്റെ ഓരത്തുകൂടെ നടന്നു പോകും. ലാ യുസല്ലി ഫീഹി, ആ മസ്ജിദിൽ കയറി 2 റകഅത്ത് നമസ്കരിക്കുകയില്ല. 2 റകഅത്ത് നമസ്കരിക്കാത്ത ഒരു കാലഘട്ടം വന്നാൽ ഓർക്കണേ, ഇന്ന മിൻ ഇഖ്തിറാബിസ്സാ, അത് ഖിയാമത്തിന്റെ അടയാളമാണ്. ഹബീബുനാ റസൂലുള്ളാഹി. ഖിയാമത്തിന്റെ അടയാളം മസ്ജിദുകൾ ഇഷ്ടംപോലെ ഉണ്ടാകും. മസ്ജിദിൽ ഉണ്ടാകും, പക്ഷെ നമസ്കരിക്കാൻ ആൾ കാണൂല. നമസ്കരിക്കാൻ നമ്മുടെ ഈ മസ്ജിദിലുണ്ട് 160 അംഗങ്ങളുണ്ട്. പക്ഷെ എല്ലാവരും കുറച്ച് ദൂരെയാണ്. എന്നാൽ തന്നെയും മസ്ജിദ് ഉണ്ട്. ഇപ്പൊ തന്നെ നോക്ക്, ഇപ്പൊ തന്നെ മൂന്നാർ കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു മസ്ജിദ് കാണണമെങ്കിൽ ആനച്ചാൽ വരണം. മസ്ജിദുകള് താഴോട്ടിറങ്ങിക്കഴിഞ്ഞാൽ ടൗൺ ഭാഗത്തേക്ക് പോയി ഇഷ്ടം പോലെ അടുത്തടുത്തടുത്തടുത്ത് പള്ളികളാണ്, മസ്ജിദുകളാണ്. ഇഷ്ടം പോലെ മസ്ജിദുകൾ, പക്ഷെ നമസ്കരിക്കാൻ ആളില്ല. ഭയങ്കരമായ മസ്ജിദുകൾ കെട്ടിപ്പൊക്കും. നബിയുനാ റസൂലുള്ളാഹി പറഞ്ഞു, ആഡംബര മസ്ജിദുകൾ, ഭയങ്കര മസ്ജിദുകളാണ്. കേരളത്തിൽ എത്ര വലിയ വലിയ മസ്ജിദുകൾ ഈ അടുത്ത സമയത്ത് ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. കോടാനുകോടികളാണ് അതിനുവേണ്ടി ചെലവ് ചെയ്യപ്പെട്ടത്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ലയഅതിയന്ന അലന്നാസി സമാൻ, ഒരു കാലം എന്റെ സമൂഹത്തിന്റെ മേൽ സംജാതമാകുമത്രേ. യതബാഹൗന ബിൽ മസാജിദ്, അവർ മസ്ജിദുകൾ കൊണ്ട് ഗാംഭീര്യം, പ്രൗഢി നടിക്കുമത്രേ. മസ്ജിദ് കൊണ്ട്, പള്ളി കൊണ്ട് അവർ പ്രൗഢി നടിക്കും. ഓ, ഞങ്ങളുടെ പള്ളിയെ, ഞങ്ങളുടെ മസ്ജിദ് 5 കോടിയുടെയാ,
ഞങ്ങളുടെ മസ്ജിദ് 10 കോടിയുടെ, ഞങ്ങളുടെ മസ്ജിദ് 90 മിനാറുണ്ട്, ഞങ്ങളുടെ മസ്ജിദ് 9 മിനാറുണ്ട്, 10 കുബ്ബകളുണ്ട്, മുഴുവൻ AC, പ്രൗഢി നടിക്കാണ്. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടാണ് പറഞ്ഞത്, മാ ഉമിർതു ബിതശീദിൽ മസാജിദി, മസ്ജിദുകൾ അനാവശ്യമായി ആഡംബരത്തോടെ കെട്ടിപ്പൊക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിട്ടേ ഇല്ല. ആവശ്യത്തിനൊരു മസ്ജിദ്. ഇപ്പൊ നമ്മുടെ മസ്ജിദ് വളരെ ചുരുങ്ങിയ തോതിലൊരു മസ്ജിദാണ്. ജുമുഅക്ക് വെളിയിൽ ആളുകൾ നിസ്കരിക്കുന്നു. എന്റെ മോളിലോട്ടൊരു ഷീറ്റ് ഇട്ടിട്ട് ഒന്ന് പൊക്കണോ ഒന്ന് ചോദിച്ച് ഇങ്ങടുത്ത് ചോദിച്ചാൽ എല്ലാം എഴുന്നേറ്റ് പോകും. നമുക്കൊരു ചെറിയൊരു ആവശ്യമാണ്. പക്ഷെ അനാവശ്യമായിട്ട് വലിയ വലിയ മസ്ജിദുകൾ, ഭയങ്കര AC, ആഡംബരങ്ങളൊക്കെ, എത്ര കുബ്ബകള് ഞാൻ പറയേണ്ടതുണ്ടോ? കേരളത്തിൽ തന്നെ ഈ അടുത്ത സമയത്ത് ചില സ്ഥലങ്ങളിലൊക്കെ മസ്ജിദ് ഉദ്ഘാടനം നടത്തി. ഭയങ്കര ആഡംബരം, നിസ്കരിക്കാൻ ആളില്ല, അള്ളാഹയോടുള്ള ഹക്കില്ല, അള്ളാഹുവിനോടുള്ള ഹക്കുകൾ നിറവേറ്റാൻ തയ്യാറല്ല. അതാണ് അതിന്റെ അർത്ഥം. മസ്ജിദുകൾ നമസ്കരിക്കാനല്ല ആളുകൾ വരുന്നത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅതി ഫി ആഖിരി സമാൻ നാസും മിൻ ഉമ്മതി, ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് ആഖിർ സമാനിൽ മസ്ജിദുകളിലേക്ക് കുറെ ആളുകൾ വരുമത്രേ. യഅതൂനൽ മസാജിദ, അവർ മസ്ജിദിലേക്ക് കടന്നു വരികയും വയഖൂദൂന ഫീഹാ ഹിലഖൻ ഹിലഖാ, അവർ മസ്ജിദിൽ നമസ്കരിക്കാൻ എന്ന വ്യാജേന വന്ന് നമസ്കരിച്ചതിന് ശേഷം ആ നമസ്കാരം കഴിഞ്ഞ് ആ മസ്ജിദിന്റെ ഉമ്മറപ്പടിയിൽ, മസ്ജിദിന്റെ വെളിയിൽ അവർ ഹൽക്കകളെ പോലെ വട്ടം കൂടിയിരിക്കുമത്രേ. ദിക്റുഹും അദ്ദുനിയാ വഹുബ്ബുദ്ദുനിയാ, അവരുടെ ചർച്ച ദുനിയാവിനെ കുറിച്ചുള്ള ചർച്ചയാണ്, ഭൗതികമായ ലോകത്തെ കുറിച്ചുള്ള ചർച്ചയാണ്. ലാ തുജാലിസൂഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ. ഫലൈസ ലില്ലാഹി ബിഹിം ഹാജ, അവർ മസ്ജിദിൽ വരുന്നത് കൊണ്ടോ നമസ്കരിക്കുന്നത് കൊണ്ടോ അല്ലാഹ്ക്ക് യാതൊരു പുണ്യവുമില്ല. കുറെ ആളുകൾ മസ്ജിദിൽ വരുമെന്ന് വന്നിട്ട് നിസ്കാരം കഴിഞ്ഞുകൊണ്ടാണ് പരിസരത്തൊക്കെ ഇരിക്കും. ഇരി അബൂബക്കർ, ഇരി അബ്ദുറഹ്മാനെ, ഇരി ഫാറൂഖ്, എവിടെ പോകും അവിടെ ഇരുന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വടയും ചായയൊക്കെ അടിച്ചോണ്ട് ബിത്തനയും ബസാദും പറഞ്ഞിട്ട് ഇരിക്കുന്ന കുറെ കൗമുകൾ ഉണ്ടാവും ഖിയാമത്ത് നാളിൽ. അങ്ങനെ കുറെ ആൾക്കാർ മസ്ജിദിലേക്ക് വരുമെന്ന്. അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാതെ മസ്ജിദിൽ ഇരുന്ന ഖുർആൻ ഓദിക്കോ, ഇല്ലെങ്കിൽ വീട്ടിൽ പോയിക്കോണം. ഇവിടെ പരിസരത്തൊക്കെ ഇരുന്നിട്ട് കുറ്റിപീടിയും വലിച്ചുകൊണ്ട് അവന്റെ ഇവന്റെയും ബനായും ബിത്തനായും ബസാദും പറയാൻ നിന്നാൽ ഉള്ള അമ്പല അത് ഖിയാമത്തിന് അടയാളാണ്. അങ്ങനെയുള്ളവരോടൊപ്പം നിങ്ങൾ പോയി ഇരിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി ലാ തുജാലിസു, അങ്ങനെയുള്ളവരോട് ഇരിക്കണ്ട. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മസ്ജിദിനോടുള്ള ഹക്കുകൾ നിറവേറ്റണം. അതിന് ഏറ്റവും വലിയ ഹക്ക് എന്തിനാണ് മസ്ജിദ് നമ്മളിവിടെ നിർമ്മിച്ചത്? അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാനാണ്. ആ സുജൂദ് ചെയ്യാൻ നമ്മുടെ നെറ്റിത്തടം ആ മസ്ജിദിൽ സമർപ്പിക്കാൻ ഞാൻ നിങ്ങൾ തയ്യാറാണ്. അല്ലാഹുവിനോടുള്ള ഏറ്റവും വലിയ കടമയാണ്. والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അള്ളാഹുവിനോടുള്ള കടമയാണ്, കടപ്പാടാണ്, അവനോടുള്ള ഹക്കുകളാണ്. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലയോ നിങ്ങളുടെ രക്ഷിതാവ്? ബലാ, ഞാനടക്കം നമ്മൾ ഓരോരുത്തരും പറഞ്ഞു, അതെ അല്ലാ, നീ തന്നെയാണ്, നീ തന്നെയാണ് ഞങ്ങളുടെ രക്ഷിതാവെന്ന് അള്ളാഹുവിനോട് ആലമുൽ അർവാഹിൽ വെച്ച് ഞാനും നിങ്ങളും പറഞ്ഞിട്ട് ഹയ്യ അലസ് സ്വലാ ഹയ്യ അലൽ ഫലാ, ദിനംതോറും 5 പ്രാവശ്യം ആ പരിശുദ്ധമായ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ മൊഴി നമ്മളുടെ ശ്രവണപുടങ്ങളിലേക്ക് തളച്ചു കയറുമ്പോ ആ മധുരമായ ബാങ്കിന് ഉത്തരം നൽകാത്ത മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ മുസ്ലിമാണ് ലോകത്തിന്റെ അവസാനത്തിന്റെ അടയാളം. ഇന്ന മിൻ അശ്റാത്തിസ്സാ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഇമാത്തത്തുസ്സലാ,
നമസ്കാരം പാഴാക്കുക എന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. അങ്ങനെ നമസ്കാരം പാഴാക്കുന്ന, അല്ലാഹുക്ക് സുജൂദ് ചെയ്യുന്ന സമുദായം ഈ നാട്ടിലില്ലാതെ വരുമ്പോൾ അവൻ സുഖിക്കുന്ന പ്രകൃതിയെ കൊണ്ട് അല്ലാഹു അവനെ ഇടങ്ങേറാക്കുമത്രേ. ഉടനെ അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുകയാണ്. പ്രകൃതിയുടെ ഒരു മൂല കൊണ്ടാണ് അല്ലാഹു അവനെ ശിക്ഷിക്കുക. മുഴുവൻ മലകളെയും അല്ലാഹു ഇടിച്ചിടുകയില്ല. ആ വലിയ മലകളിലെ ഒരു മൂല മാത്രം, ഒരോരം മാത്രം, ഒരു വൃക്ഷം മാത്രം അല്ലാഹു മറിച്ചിടുമ്പോ ലഅല്ലഹും യതളറഊൻ ലഅല്ലഹും യർജിഊൻ, അവൻ അല്ലാഹുവിലേക്ക് ഭയപ്പെട്ട് മടങ്ങുന്നതിനത്രേ. ഫലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബർ ലഅല്ലഹും യർജിഊൻ. വലിയ വലിയ ശിക്ഷകൾ വരുന്നതിന് മുന്നോടിയായി ചെറിയ ചെറിയ ടെസ്റ്റ് ഡോസുകൾ നൽകി അല്ലാഹു ഈ മാനവനെ പരീക്ഷിക്കുകയാ. ലഅല്ലഹും യർജിഊൻ, അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുന്നതിന് വേണ്ടി അത്രേ. എല്ലാരും മടങ്ങില്ലേ? അവിടെ ഇവിടെയൊക്കെ ഭൂകമ്പം ഉണ്ടായി, അവിടെ ഉരുൾപൊട്ടലുണ്ടായി, അവിടെ മരം ഇടിഞ്ഞു വീണു, അവിടെ റോഡ് മൊത്തം ഇടങ്ങാറായി, ആകെ മൊത്തത്തിൽ പ്രശ്നമായി. എല്ലാരും മടങ്ങാൻ തുടങ്ങി അള്ളാഹിലേക്ക്. അതിനാ ഈ പണി അള്ളാഹ് എടുക്കുന്നത്. ഇത് കണ്ടിട്ട് മടങ്ങാതെ വരുമ്പോഴാണ് അള്ളാഹു താല ഇലക്ഷനിൽ വലിയ വലിയ ഭരണാധികാരികളെ കൊണ്ട് ഇടങ്ങാറാക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വീണ്ടും പേടിയായി. പ്രശ്നമാവുമല്ലോ, നിസ്കരിക്കാൻ ദുആ ചെയ്യാം, നിസ്കരിക്കാൻ ദുആ ചെയ്യാം, നിസ്കരിക്കാൻ ദുആ ചെയ്യാം. അള്ളാഹ് പേടിപ്പിക്കണം നമ്മളെ. ذلك يخوف الله به عبادا يا عباد فاتقون. അല്ലാഹു നമ്മളെ ഭയപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ ദാസന്മാരെ ഫത്തഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടണമേ എന്ന് അല്ലാഹു തന്നെ നമ്മളോട് മുന്നറിയിപ്പ് നൽകുകയാ. അതുകൊണ്ട് അല്ലാഹുവിനോടുള്ള കടമയാണ്, കടപ്പാടാണ് നമ്മുടെ നെറ്റിത്തടം അവന്റെ മുന്നിൽ സമർപ്പിക്കണേ. പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് സമാഗതമാവുകയാ. റമളാനിന്റെ തലേ ദിവസം മസ്ജിദിൽ വന്നിട്ട് കാര്യമില്ല. എന്റെ ചെറുപ്പക്കാരാ, മസ്ജിദിലേക്ക് നീ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണേ. റമളാൻ മാത്രമല്ല നിന്റെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയത്. പരിശുദ്ധമായ റമളാനിന്റെ നോമ്പ് ശരിയാകണോ? 5 നേരത്തെ നമസ്കാരം നിന്റെ മേൽ നിർബന്ധമാണ്. ആ നമസ്കാരം ശരിയാകാത്ത കാലത്തോളം പരിശുദ്ധ റമളാനും നിന്നിൽ നിന്ന് സ്വീകരിക്കപ്പെടുകയില്ല. പരിശുദ്ധമായ ഹജ്ജും സ്വീകരിക്കപ്പെടുകയില്ല. പരിശുദ്ധമായ സകാത്തും സ്വീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് പരിശുദ്ധമായ ഷഹാദത്ത് കലിമ ചൊല്ലിയതിനു ശേഷം എന്റെയും നിന്റെയും ഹക്കാണ്, ബാധ്യതയാണ്, കടമയാണ്, കടപ്പാടാണ് അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുക എന്നുള്ളത്. അന്തസ്തുതലില്ല, അല്ലാഹുവിന് മുന്നിൽ നിന്റെ നെറ്റിത്തടം സമർപ്പിക്കുക. എന്ത് പ്രശ്നം വന്നാലും അള്ളാഹയോടുള്ള ഹക്ക്, ആ നമസ്കാരം നിലനിർത്തുക എന്നുള്ളതാണ് ആദ്യത്തെ കടമ. അത് കഴിഞ്ഞിട്ടാണ് ഹജ്ജ്, അത് കഴിഞ്ഞിട്ടാണ് നോമ്പ്, അത് കഴിഞ്ഞിട്ടാണ് സക്കാത്ത്. ആദ്യത്തെ പടി നീ മുസ്ലിമാണോ, അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ് വമൻ യഫ്അൽ ദാലിക ഫൗലായിക ഹുമുൽ ഖാസിറൂൻ. പരിശുദ്ധ ഖുർആനാണ്. ഒരുപക്ഷെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മൾ ഓതാറുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് അറിയിക്കുകയാണ്, സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എത്ര വലിയ കച്ചവടക്കാരനാകട്ടെ, സ്പൈസസിന്റെ മുതലാളിയാകട്ടെ, കുരുമുളകിന്റെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ, ഏലക്കയുടെ ഹോൾസെയിൽ വ്യാപാരിയാകട്ടെ, ഏറ്റവും വലിയ കർഷകനാകട്ടെ, നിന്റെ ചന്തയിൽ നിൽക്കുന്ന സമയത്ത് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഇതാ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അല്ലാഹു നിന്നെ വിളിക്കുകയാണ്, ഹയ്യ അലസ്സലാ,
നമസ്കാരത്തിലേക്ക് വരൂ സഹോദരാ, നമസ്കാരത്തിലേക്ക് വരൂ സഹോദരാ. ആ സന്ദർഭത്തിൽ കച്ചവടങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് പടച്ചവനെ നീയാണ് എനിക്ക് ഏലക്ക തന്നത്, നീയാണ് എനിക്ക് കുരുമുളക് തന്നത്, നീയാണ് എനിക്ക് ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഈ സൗകര്യങ്ങളെല്ലാം നൽകിയത്. അല്ലാഹുവേ, ഈ സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടാണ് ഞാൻ വിറ്റ് ജീവിക്കുന്നത് നാഥാ. ഇതിന്റെ എല്ലാം ഉടമസ്ഥ നീയാണ് പടച്ചവരെ. അതുകൊണ്ട് നീ തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് നിന്റെ വിളിക്ക് ഞാൻ ഇതാ ഉത്തരം നൽകുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹയ്യ ഹലാ, അല്ലാഹുവിന്റെ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകണേ. ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. എത്ര വലിയ സമ്പത്തുണ്ടാകട്ടെ, എത്ര വലിയ കുടുംബ മഹിമയുള്ളവരാകട്ടെ, നിന്റെ മക്കൾ നിങ്ങളെ മസ്ജിദിലേക്ക് തടയാതിരിക്കട്ടെ. കുഞ്ഞു മക്കളെ എടുത്ത് താലോലിക്കുന്ന സമയത്താണ് പള്ളിയിൽ മിനാരത്തിൽ നിന്ന് ബാങ്കിന്റെ മധുരമായ ഒലി കേൾക്കുന്നത്. ഉടൻ തന്നെ തന്റെ കുഞ്ഞിനെ ഭാര്യയിലേക്ക് ഏൽപ്പിച്ചിട്ട് മസ്ജിദിലേക്ക് വരണേ. ഉപ്പ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ ആ കുട്ടി കിടന്ന് കരയും. ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ട് മസ്ജിദിലേക്കുള്ള വരവ് വാപ്പാ നിർത്തരുതേ. അതാണ് അല്ലാഹു പറഞ്ഞത്, വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് വരുന്നതിന് തടസ്സമുണ്ടാകാൻ പാടില്ല. കുട്ടികൾ പറയും, വാപ്പെടുത്ത് കളിപ്പിച്ചുകൊണ്ടിരുന്ന് ചിരിപ്പിച്ചുകൊണ്ടിരുന്ന് ആ സമയത്താണ് ദുഹർ ബാങ്ക് വിളിക്കുന്നത്. ഈ സൂറ ബാങ്ക് വിളിക്കുന്നു, നീ കുഞ്ഞിനെ വെച്ചോ. അപ്പൊ കുട്ടി അങ്ങോട്ട് കൊടുക്കുമ്പോൾ കുട്ടി കരയാൻ തുടങ്ങും. കരയാൻ ഭയങ്കരമായ കരച്ചില്. അപ്പൊ ഓള് പറയും, ഇല്ല ഇക്ക നിങ്ങളിപ്പോ പോകണ്ട, എന്നാ കുട്ടി കരയുന്നുണ്ടല്ലേ, നിസ്കരിക്കാം, പിന്നാലെ നിങ്ങൾക്ക് നിസ്കരിക്കാമല്ലോ. അപ്പൊ നമ്മളൊക്കെ എന്നാ ശരി പിന്നാലെ നിസ്കരിക്കാം. പോയില്ല. അള്ളാന്റെ വിളിക്ക് നമ്മൾ ഉത്തരം കൊടുക്കാതെ ഭാര്യയുടെ വിളിക്ക് ഉത്തരം കൊടുത്തു. ഭാര്യ വിളിച്ചു പോവണ്ട, അത് ഏറ്റെടുത്തു. അല്ല വിളിച്ചു വാ, അത് ഏറ്റെടുത്തില്ല. ഈ കുട്ടിയെ തന്നാര് അല്ല, ഈ കുട്ടിയെ തന്നാര് അല്ല. ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയില്ല. ഭാര്യയുടെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകി. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് നമ്മൾ മസ്ജിദ് ഒഴിവാക്കി, പള്ളി ഒഴിവാക്കി. ലാ തുൽഹികും ഔലാദുകും, നിങ്ങളുടെ സന്താനങ്ങളുടെ പേരിൽ അല്ലാഹുവിനോടുള്ള ദിക്ർ നിങ്ങൾ ഒഴിവാക്കരുതേ. മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി രാവിലെ വാഹനത്തിലൂടെ യാത്ര ചെയ്തു പോകുന്ന മാതാപിതാക്കളെ, എന്റെ പൊന്നുമ്മമാരെ, സുബഹി നമസ്കാര ഖളാ ആക്കിയിട്ടാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സ്കൂളിലേക്ക് വേണ്ടി ഒരുക്കുന്നത്. നിങ്ങളുടെ ഇക്കമാര്, നിങ്ങളുടെ ഭർത്താക്കന്മാര് നിങ്ങളുടെ മക്കളെ ഒരുക്കിയിട്ട് സ്കൂളിലേക്ക് കൊണ്ടുവിടുമ്പോൾ പള്ളിയുടെ മുറ്റത്തിലൂടെ പോവുകയാ. അവിടെ സുബഹി നമസ്കാരം നടക്കുന്നു. ആ വാപ്പ കയറി നമസ്കരിക്കുന്നില്ല. വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്. നിങ്ങളുടെ ഈ മക്കളുടെ പേരിൽ അല്ലാഹുവിനോടുള്ള കടമകളിൽ നിന്ന് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കരുതേ, ഒഴിവാക്കരുതേ. നാളെ ഇത് കുട്ടികൾക്കൊരു രോഗം വന്നാൽ നിങ്ങൾ ആദ്യം സമീപിക്കുന്നത് അല്ലാഹുവിനെയാണ്. അല്ലാഹുവേ, എന്റെ മകന് ഹാർട്ട് അറ്റാക്ക് ആണ്, എന്റെ മകന്റെ വാൽവിന് തകരാറാ, എന്റെ മകന്റെ കിഡ്നിക്ക് പ്രോബ്ലമാണ്. പടച്ചവനെ, ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ ഐസിയുവിലാണ്. അല്ലാഹുവേ, ഡോക്ടർമാരെ കൈമലർത്തുകയാണ്. നീയല്ലാതെ ആരുമില്ല പടച്ചവരെ. അതുകൊണ്ട് എന്റെ മക്കൾക്ക് നീ സാന്ത്വനം നൽകണേ എന്ന് അവസാനമായി ഈ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങാറില്ലേ? എന്നാൽ ഈ മക്കൾക്ക് ആരോഗ്യമുള്ള സമയത്ത് അല്ലാഹു പറഞ്ഞു, അല്ലാഹുവിനോടുള്ള കടമ ഈ മക്കളുടെ പേരിൽ ഉപേക്ഷിക്കരുത്. അത് കേട്ടില്ല. ഇപ്പോ മക്കൾക്ക് രോഗം വന്നപ്പോ മാതാപിതാക്കൾ അല്ലാഹയെ വിളിക്കാൻ തയ്യാറായി. നമ്മൾ ജീവിക്കുന്ന മൊത്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാഹ്ക്ക് വേണ്ടിയിട്ടല്ല. നമ്മൾ ജീവിക്കുന്ന നമുക്ക് അല്ലേ, മക്കൾക്ക് വേണ്ടിയിട്ട്. മക്കൾക്ക് വേണ്ടിയിട്ട് കാശ് ഉണ്ടാക്കാൻ, മക്കൾക്ക് വേണ്ടി സ്കൂളിൽ പോകുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ പോകുന്നു, മക്കൾക്ക് വേണ്ടിയിട്ട് അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, ജീവിക്കുന്നു, കച്ചവടം, ഏക്കർ കണക്കിന് സ്വത്ത് മുതലൊക്കെ മക്കളുടെ പേർക്ക് എഴുതി